വയനാട്ടിലെ മാനന്തവാടി കുടൽക്കടവിൽ ടൂറിസ്റ്റുകളുടെ പ്രശ്നത്തിൽ ഇടപെട്ട ആദിവാസി യുവാവിനെ മർദ്ദിച്ചതായി പരാതി. ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികൾ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ഇതിലിടപെട്ട പ്രദേശവാസിയായ മാദനെ റോഡിലൂടെ വലിച്ചിഴച്ചു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. രാഹുൽ, വല്ലാതെ നടുക്കുന്ന ദൃശ്യങ്ങളാണത്. എന്താണ് ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള കാരണം? പോലീസിന്റെ ഇടപെടൽ ഇതിനോടകം ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ് രാഹുൽ സുരേഷ്? റിജിത്ത്, മാനന്തവാടി കുടൽക്കടവിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ഇവിടെ ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികളായ രണ്ട് സംഘങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ നാട്ടുകാർ ഇടപെട്ടു. അതിനിടയിൽ തന്നെയാണ് ഈ വിനോദസഞ്ചാരികൾ തമ്മിൽ കല്ല് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാൻ ഒരു ശ്രമമുണ്ടായത്. ഇതിൽ ഇടപെട്ട ആദിവാസി യുവാവായിട്ടുള്ള മാദനാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. കാറിലെത്തിയ സംഘം മാദനെ 500 മീറ്ററോളമാണ് വഴിയിലൂടെ വലിച്ചിഴച്ചത്. ഇതിൽ തന്നെ ഒരു വിഭാഗം പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ മാദനെ മാനന്തവാടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നട്ടെല്ലിനും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ടാർ റോഡിലൂടെയാണ് 500 മീറ്ററോളം വലിച്ചിഴയ്ക്കുന്നത്. ഈ അക്രമികളെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസ് പറയുന്ന അനുസരിച്ച് മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള KL 52H 8733 എന്ന വാഹനമാണ് ഈ അക്രമികൾ എത്തിയത്. ഈ സംഭവത്തിന് പിന്നാലെ ഇവർ രക്ഷപ്പെടുകയായിരുന്നു. മാനന്തവാടി പോലീസാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. 4 യുവാക്കളാണ് ഈ കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം വ്യാപകമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ആദിവാസി യുവാവായിട്ടുള്ള മാദൻ മാനന്തവാടിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. ആ പ്രതികളുടെ കാർ ഏതാണ് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ നമ്പർ പ്ലേറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിന്നത് മലപ്പുറത്തു നിന്നുള്ള വാഹനമാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അവരെ പിടികൂടാൻ 4 പേരടങ്ങുന്ന സംഘമാണ്. അവരെ ഉടൻ പിടികൂടാൻ കഴിയും എന്നാണ് പോലീസിൻ്റെ പ്രതീക്ഷ.